1893 കാലഘട്ടത്തിൽ 90-ലധികം ദേവാലയങ്ങൾ നിലനിന്നിരുന്ന കനേഡിയൻ നഗരമായ ടൊറന്റോ ദേവാലയങ്ങളുടെ നഗരമെന്നറിയപ്പെട്ടിരുന്നു. ക്രിസ്തുമതത്തിന്റെ ചരിത്രപരവും സമകാലികവുമായ പ്രാധാന്യം തിരിച്ചറിയാൻ ടൊറന്റോയിൽ ഡിസംബറിനെ ക്രൈസ്തവ പൈതൃക മാസമായി നിശ്ചയിച്ചുകൊണ്ട് ഒരു സംരംഭത്തിന് തുടക്കമായി. കൗൺസിലർമാരായ നിക് മന്ദാസും ഫ്രാൻസിസ് ആൻസിയാറ്റയുമാണ് ഇത്തരമൊരാശയം പ്രമേയത്തിലൂടെ അവതരിപ്പിച്ചത്. കാനഡയിൽ ഏറ്റവും കൂടുതൽ പിന്തുടരുന്നത് ക്രൈസ്തവ വിശ്വാസമാണെന്നും കനേഡിയന്മാരിൽ പകുതിയിലധികം ജനങ്ങളും ക്രിസ്ത്യാനികളാണെന്നും ഈ പ്രമേയത്തിലൂടെ ഊന്നിപ്പറയുന്നു. ക്രിസ്തുമസ് കാലത്ത് യേശുവിന്റെ ജനനം ആഘോഷിക്കുന്ന ഡിസംബറിൽ നഗരത്തിന്റെ ക്രിസ്ത്യൻ പൈതൃകത്തെ ബഹുമാനിക്കാൻ ഏറ്റവും ഉചിതമായ ആശയമാണിതെന്നും കൗൺസിലർമാർ വ്യക്തമാക്കി. ക്രിസ്ത്യൻ വിശ്വാസവും തത്വങ്ങളും സംഭാവനകളും രാജ്യത്തിന്റെ ഘടനയെ രൂപപ്പെടുത്തുന്നതിൽ വഹിച്ച സുപ്രധാന പങ്ക് തിരിച്ചറിയുന്നതിനാണ് ക്രൈസ്തവ പൈതൃക മാസം അനുസ്മരിക്കപ്പെടുന്നത്. ക്രൈസ്തവ പൈതൃക മാസത്തോടനുബന്ധിച്ച് അനാച്ഛാദനം ചെയ്ത ക്രിസ്ത്യൻ ഹെറിറ്റേജ് മാസ പതാകയും പ്രത്യേക ശ്രദ്ധ നേടി. ക്രിസ്ത്യൻ ഹെറിറ്റേജ് മാസ പതാക പ്രാധാന്യത്തോടെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ ആഘോഷത്തിൽ പങ്കാളിത്തം പ്രകടിപ്പിക്കാൻ കനേഡിയൻ ജനതയെ ക്ഷണിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിൽ ആഴത്തിൽ വേരൂന്നിയ തത്വങ്ങളായ സ്നേഹവും അനുകമ്പയും നീതിയും രാജ്യത്തിന്റെ സത്വത്തിൽ മായാത്ത മുദ്ര പതിച്ചിട്ടുണ്ട്. ഈ മൂല്യങ്ങൾ രാജ്യത്തുടനീളമുള്ള സമൂഹങ്ങളിൽ ഐക്യവും ശക്തിയും പരിപോഷിപ്പിക്കുന്ന ഒരു മാർഗനിർദ്ദേശ ശക്തിയായി വർദ്ധിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെയും ആരോഗ്യ പരിപാലനത്തിന്റെയും ആദ്യ നാളുകൾ മുതൽ സാമൂഹിക നീതിയുടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും നിരന്തരമായി പിന്തുടർച്ച ഉറപ്പാക്കുന്നതിൽ ക്രിസ്ത്യൻ മൂല്യങ്ങളുടെ സ്വാധീനം അനിഷേധ്യവും കനേഡിയൻ ജനതയെ രൂപപ്പെടുത്തുന്നതുമായി തുടരുന്നു. ഈ അനുസ്മരണം കേവലം ചരിത്രത്തേക്കാൾ കൂടുതലായി ഇന്നും ക്രൈസ്തവ മൂല്യങ്ങൾ സജീവമായി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്നു. ക്രിസ്ത്യൻ ഹെറിറ്റേജ് മാസ പതാക പ്രദർശിപ്പിക്കുന്നതിലൂടെയും അനുബന്ധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിലൂടെയും വിശ്വാസത്തോടും സ്നേഹത്തോടും സേവനത്തോടുമുള്ള പ്രതിബദ്ധത പ്രകടിപ്പിക്കാൻ കഴിയുമെന്നും ക്രിസ്ത്യൻ ഹെറിറ്റേജ് മാസം സംരംഭത്തിന്റെ CEO മോളി ബാനർജി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.